ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും. ഇത് കൊള്ളാലോ സംഭവം, ഇത് എവിടുന്ന വന്ന്, ഞാൻ ഇത്രയും വലിയ സംഭവമായിരുന്നോ, എനിക്ക് ഇത്രയും അറിവുണ്ടായിരുന്നോ. കൂടെ ഇരിക്കുന്നവരും ചിലപ്പോൾ അമ്പടെ കൊള്ളാലോ ഇതൊക്കെ എവിടുന്ന പഠിച്ചതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഈ നോളജ് എവിടുന്ന വരുന്നത്? നിങ്ങൾ പോലും ആലോചിക്കാത്ത, നിങ്ങൾ അറിയാത്ത, നിങ്ങൾ പഠിക്കാത്ത ആ ഒരു നോളജ് നിങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താ? ഇത് എപ്പോഴെങ്കിലും ആലോചിച്ചുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹയർ സൈഡ്, ഒരു ഹയർ സോളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിലേക്ക് ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജസ്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങളുടെ അകത്ത് അതിന്റെ ഒരു ലോക്കൽ സെർവർ ഉണ്ട്. അപ്പൊ ഈ വരുന്ന മെസ്സേജസ് ആണ് നിങ്ങൾ പോലും അറിയാതെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല ആൾക്കാരും ഈ ഡ്രഗ് അബ്യൂസ് കാരണം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദുശീലങ്ങൾ കാരണം അവരുടെ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ കട്ടാവും. ഈ ഒരു കണക്ഷൻ കട്ടായി കഴിയുന്ന സമയത്ത് പിന്നെ അവർക്ക് ഒരിക്കലും ആ ഡിവൈൻ ഗൈഡൻസ് ലഭിക്കില്ല. നമ്മൾ ഓവറായിട്ട് ലൈഫ് സ്റ്റൈലൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ മോശമായിട്ടുള്ള ഭക്ഷണ രീതികളിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഡിവൈൻ കണക്ഷനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ ഒരു ഡിവൈൻ കണക്ഷൻ നമുക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ മെസ്സേജസ്, നമുക്ക് നല്ല ഇൻറ്റ്യൂഷൻസ് വരും, നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. പക്ഷെ ആ ഡിവൈൻ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റാരുടെയൊക്കെ കൺട്രോളിലേക്ക് മാറും. അത് നമ്മളുടെ നാശത്തിലേക്ക് മാത്രമായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇത് കുറേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ശീലങ്ങൾ, നിങ്ങളുടെ കൂട്ടുകെട്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഡിവിനിറ്റി നിങ്ങൾക്ക് എന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നിങ്ങളിലേക്ക് എന്നും അബണ്ടൻസും അൺലിമിറ്റഡ് നോളജും ഒഴുകട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.